പ്രിയപ്പെട്ടവരെ, ഞാൻ KT ലത്തീഫ്. കൊടിയത്തൂർ പഞ്ചായത്ത് 14-ാം വാർഡിൽ നിന്നും ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. എങ്ങനെയായി പ്രചാരണങ്ങളൊക്കെ? പ്രചരണങ്ങൾ ആദ്യഘട്ടം 1-ാം റൗണ്ട് മുഴുവൻ വീടുകളും കയറി, ഞാനും എൻ്റെ സഹപ്രവർത്തകരും കയറി. 2-ാമത്തെ റൗണ്ട് വീട് കയറി ആദ്യ ദിവസം ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളിൽ നിന്നൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയും അതോടൊപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം, വളരെ സന്തോഷമാണ്. പിന്നെ ഇന്നലകളിൽ നമ്മൾ ഒരുപാട് സേവനങ്ങൾ എൻ്റെതായ നിലക്ക് അവരെ വാർഡിലെ ആളുകളൊക്കെ പല സേവനങ്ങൾക്ക് വിളിച്ചപ്പോൾ അവരുടെ വീടുകളിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ട സേവനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ജനങ്ങളുടെ ജനവിധി തേടുന്നത്. വിജയസാധ്യതകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിജയസാധ്യതകൾ കഴിഞ്ഞ 2004 മുതൽ എന്ന് പറയാം, ഈ വാർഡിൽ കാര്യമായിട്ടുള്ളൊരു വികസന പ്രവർത്തനങ്ങളൊന്നും മുന്നണികൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെതായ ഈ നാട്ടുകാർ കണ്ട ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അത് ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഈ നാടിന് ഒരു പൊതു വായനശാല, സാംസ്കാരിക നിലയം, അതുപോലുള്ള സംഗതികൾ, അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് എന്ന വലിയൊരു സ്വപ്നം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം, പിന്നെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒരു സമഗ്രമായ മാറ്റം കൊണ്ടുവന്ന് അവിടെയൊക്കെ നമ്മുടെയൊക്കെ ഇടപെടലുകളിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് PSC കോച്ചിങ് അടക്കമുള്ള തയ്യൽ പരിശീലന കേന്ദ്രം തുടങ്ങാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിലെ പ്രതിഭയായി വരുന്ന ഒരാൾക്ക് ഒരു വർഷത്തിൽ ഒരു പ്രതിഭയ്ക്ക് അവാർഡ് നൽകുക, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും പുതിയ ആളുകൾ ഇത്തരം അവർക്ക് പ്രചോദനം നൽകാനും പ്രോത്സാഹനം നൽകാൻ, വിദ്യാഭ്യാസ രംഗമായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ രംഗമായിക്കോട്ടെ, കാർഷിക രംഗമായിക്കോട്ടെ, ഇവിടെയൊക്കെ അവർക്ക് പ്രോത്സാഹനം നൽകാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രതിഭ അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ നാടിൻ്റെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകടന പത്രികയായിട്ട് ഞാൻ ഇറക്കിയിട്ടുള്ളത് ജനങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പലരും നിർദ്ദേശിച്ച കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു മുഴുവൻ സമയ സേവകനായിട്ട് ഈ നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും വികസനങ്ങൾ കൊണ്ടുവരാനും അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും ഉന്നതമായ നിലവാരത്തിലൂടെ നമ്മുടെ നാടിനെ കൊണ്ടുപോകാനും പരിശ്രമിക്കും. അതിനുവേണ്ടി മുഴുവൻ സമയവും സദാ ഞാൻ ഉണ്ടാവും എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത്. സ്വന്തനായി മത്സരിച്ചപ്പോൾ എന്തെങ്കിലും ഭീഷണിയുണ്ടോ? ഭീഷണി രീതിയിലൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ സഹപ്രവർത്തകരായിരുന്നു. അതോടൊപ്പം തന്നെ ആരോടും ഒരു വിദ്വേഷമോ കാര്യങ്ങളോ ആർക്കുമില്ല. നമ്മളിവിടെ ജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ പോലെ ഒരുപാട് അവരുടെ ആവശ്യങ്ങൾ മുന്നിൽ വെച്ച് ഞാൻ നിൽക്കുന്നേ ഉള്ളൂ. ഏതായാലും പ്രചരണ രംഗത്ത് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചില ആളുകൾ. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 5 വർഷം ജനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് മറുപടി ലഭിച്ചത്? കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങളും കഴിഞ്ഞ 5 വർഷം ഇവിടെ ഞാനും UDFന്റെ ഭാഗമായിട്ട് തന്നെ നിന്ന ആളാണ്. നമ്മളൊരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തു. സ്വാഭാവികമായിട്ടും പുതു മത്സര ആയതുകൊണ്ട് തന്നെ, പുതിയ ആളായതുകൊണ്ട് തന്നെ നമ്മുടെ മുൻ വാർഡ് മെമ്പർക്ക് ഒരുപാട് അറിവില്ലായ്മകളും പോരായ്മകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ UDFന്റെ വേദികൾ നമ്മൾ പറഞ്ഞത്, UDF അവരെ ചേർത്തു പിടിച്ച് ഈ നാട് കണ്ട സ്വപ്നങ്ങളോടൊപ്പം അത് പൂർത്തീകരിക്കാൻ വേണ്ടി വാർഡ് മെമ്പറെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അതായത് ഈ മുമ്പുള്ള വാർഡ് മെമ്പർ തെരഞ്ഞെടുത്ത ആളുകൾ ആ വാർഡ് മെമ്പറുടെ പാടേ കൈയൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭയങ്കര വികസന മുരടിപ്പും മന്ദിപ്പും ഉള്ളൊരു 5 വർഷമാണ് കഴിഞ്ഞു പോയത്. മറ്റു വാർഡുകളെ അപേക്ഷിച്ച് നമുക്ക് വളരെ പിന്നോട്ട് പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിലൊരു മാറ്റങ്ങൾ വരാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും ഈ 5 വർഷം വരുമ്പോൾ ആൾക്കൂട്ടങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന് അത് കഴിഞ്ഞ് അവർ ബിരിയാണി കഴിച്ച് പിരിഞ്ഞു പോയിട്ട് നാട്ടിലൊന്നും ചെയ്യാത്ത ഒരവസ്ഥ വേണോ എന്നുള്ളത് ജനങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എനിക്ക് വോട്ടായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.